കേരള ബ്ലാസ്റ്റേഴ്സ് അതാ അവരുടെ ഹോം മത്സരം വിജയിച്ച ആവേശത്തിലാണ് എല്ലാവരും ഇപ്പോൾ നിൽക്കുന്നത്. എന്തായാലും അടുത്ത മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു എവേ മത്സരത്തിനാണ് പോകുന്നത്. എവേ മത്സരത്തിൻ്റെ സ്റ്റാറ്റിക്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് എതിരായിട്ടാണ് വരാറുള്ളത്. എന്തായാലും പുതിയൊരു കോച്ചിന് വേണ്ടിയിട്ട് ഇപ്പോൾ കാത്തിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാ ആരാധകരും. ഈ ഒരു മത്സരത്തിന് മുൻപ് തന്നെ നമ്മുടെ കോച്ചിനെ പ്രഖ്യാപിക്കും എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഇതുവരെ അതിൻ്റെ ഒരു അപ്ഡേഷനും വന്നിട്ടില്ല. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഇതാ ജംഷഡ്പൂർ FC ആണ് നമ്മുടെ അടുത്ത എതിരാളികൾ. ഈ ഒരു വർഷം നമ്മൾ വിജയിച്ചുകൊണ്ട് ഒരു പുതിയൊരു തുടക്കം അടുത്ത വർഷത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് ബ്ലാസ്റ്റേഴ്സിന് എന്തായാലും വലിയൊരു ഗുണം തന്നെ ചെയ്തേക്കും. എന്തായാലും ഇപ്പോൾ നിൽക്കുന്ന 8ാം സ്ഥാനക്കാരായിട്ടുള്ള ജംഷഡ്പൂർ 10ാം സ്ഥാനക്കാരായിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് ഏറ്റുമുട്ടാനായിട്ട് പോകുന്നത്. ഇനി ജംഷഡ്പൂരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജംഷഡ്പൂർ ഒരു ന്യൂട്രൽ ടീമാണെന്ന് വേണമെങ്കിൽ പറയാം. ഒന്നില്ലെങ്കിൽ വിജയം അല്ലെങ്കിൽ തോൽവി. ഖാലിദ് ജമീൽ എന്ന് പറയുന്ന കോച്ചാണ് ജംഷഡ്പൂരുടെ കോച്ച്. പുള്ളിയുടെ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിഫെൻസീവ് ഒരു കൗണ്ടർ അറ്റാക്കിങ് ഗെയിമാണ്. പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അങ്ങോട്ട് പ്രസ് ചെയ്ത് കളിക്കുന്ന ഒരു ഗെയിമല്ല. അപ്പോൾ അതിനനുസരിച്ച് വേണം ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു മത്സരത്തിനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അവരുടെ ഏറ്റവും ഡേഞ്ചറസ് സോൺ എന്ന് പറയുന്നത് ഒന്ന് ബ്ലാസ്റ്റേഴ്സ് സെറ്റ് പീസുകൾ അനുവദിക്കാതിരിക്കുക. കാരണം അവരുടെ കയ്യിലുള്ള ഒരു വജ്രായുധം എന്ന് പറയുന്നത് ആവി എർണാണ്ടസ് ആണ്. പുള്ളിക്കാരന് ആ ഒരു ഡി ബോക്സിൻ്റെ 20 യാർഡ്സിൻ്റെ പുറത്ത് വെച്ച് ഒരു ഫ്രീ കിക്കോ മറ്റോ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട, ചിലപ്പോൾ പന്ത് വലേൻ്റെ ഉള്ളിലായിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുക. കാരണം പുള്ളിയുടെ സെറ്റ് പീസുകൾ അത്രക്ക് ഡേഞ്ചറസ് ആണ്. ആൻഡ് കോർണറുകളും ഒരു രീതിയിലും ഒരുപാട് അനുവദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി പാലും വള്ളത്തിൽ കിട്ടും. സെറ്റ് പീസുകളിൽ ഡേഞ്ചറസ് ആവുന്നത് ഇദ്ദേഹം ആണെങ്കിൽ അത് കൺവേർട്ട് ചെയ്യാനായി അവരുടെ 2 സ്ട്രൈക്കേഴ്സ് ഉണ്ട്. ഒന്ന് ജാവേസ് ഇവേരിയോ ആൻഡ് ജോർദാൻ മുറെ. ഇവർ രണ്ടുപേരും വളരെ ഡേഞ്ചറസ് ആണ്. ആൻഡ് അവരുടെ ഒരു മിഡ്ഫീൽഡിൽ കളിക്കുന്ന ഒരു ഏഷ്യൻ ജപ്പാനീസ് താരമുണ്ട്. പുള്ളിക്കാരനും വളരെ ഡേഞ്ചറസ് ആണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കഴിഞ്ഞൊരു മത്സരം വെച്ച് നോക്കുകയാണെങ്കിൽ സെയിം 11 ഇറക്കി സെയിം ഗെയിം പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. കാരണം ഒരു ഡിഫെൻസീവ് ഗെയിം കളിച്ച് കൗണ്ടർ അറ്റാക്കിങ് ചെയ്യുന്നതോ ഇല്ലെങ്കിൽ ഹൈ പ്രസ് ചെയ്തിട്ട് കഴിഞ്ഞ മത്സരത്തിൽ ചെയ്തതുപോലെ ഡിഫെൻസിനെ ഒരുപാട് മുന്നോട്ടിലേക്ക് വരുത്താത്ത രീതിയിലുള്ള ആ ഒരു ഗെയിം പ്ലാൻ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് ഒരു ഊർജം നൽകുന്നുണ്ട്. ആ ഒരു ഇത് തന്നെ കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു മത്സരം വിജയിച്ച് കയറാനായിട്ട് സാധിക്കും. ആൻഡ് ജംഷഡ്പൂരിൻ്റെ ഗോൾ കീപ്പർ ആൽബിനോ ഗോമസ് ആണ്. ആൽബിനോ കുറച്ച് എക്സ്പീരിയൻസ്ഡ് ഗോൾ കീപ്പറാണ്. എന്നാലും പലപ്പോഴായും ഒരു സില്ലി മിസ്റ്റേക്കുകൾ വരുത്താറുണ്ട് ആൽബിനോ ഗോമസ്. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു ഇതൊക്കെ നമുക്ക് മുതൽക്കൂട്ടായി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത് നല്ലത് തന്നെയായിരിക്കും. ബ്ലാസ്റ്റേഴ്സിൻ്റെ അറ്റാക്കിങ്ങിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ അതേ സെയിം 11 തന്നെയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇത്ര മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ സുഹൈൽ സൈനിങ് ഔട്ട്.